സുപ്രഭാതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വന്നത് അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അറിവ് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നമുക്കുണ്ടാകുന്ന അപകടങ്ങൾ കുറഞ്ഞിരിക്കും എന്നതാണ്. സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, സുരക്ഷയുടെ ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും പറയുന്നത് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് മുഴുവൻ ധരിച്ചാൽ പോലും നമുക്ക് അപകടം ഉണ്ടാവില്ല എന്നല്ല, അപകടം ലഘൂകരിക്കാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അതെന്താണ് സൂചിപ്പിക്കുന്നത്? PPE ഒക്കെ ഒരു 90% പ്രവർത്തിച്ചാൽ ബാക്കി 10%മോ അതിലേറെയോ പ്രവർത്തിക്കേണ്ടത് തലയ്ക്കുള്ളിലെ ബുദ്ധിയാണ്, മനസ്സാണ് പ്രവർത്തിക്കേണ്ടത്, ഹൃദയമാണ് പ്രവർത്തിക്കേണ്ടത്, തലച്ചോറാണ് പ്രവർത്തിക്കേണ്ടത്. സദാ ജാഗരൂകയായിരിക്കുക. അപകടം എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ ആർക്കും അറിയില്ല. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ കാറ്റു വരുന്നത് പോലെ അത് കാണാൻ പറ്റുന്നില്ല. അപ്പോ ഏത് അപകടം സംഭവിച്ചാലും, ഫാബ്രിക്കേഷൻ ഫീൽഡിലാവട്ടെ അല്ലാത്ത രീതിയിലാവട്ടെ, അപകടം സംഭവിച്ചതിന് ശേഷം നമ്മൾ പറയാറുണ്ട്, ഒരു മിനിറ്റ് മുമ്പ് പോലും ഞാൻ അയാളെ കണ്ടതാണ്, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ അയാളെ കണ്ടതാണ്, അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിനെല്ലാം ഉത്തരം കാറ്റ് വരുന്നത് പോലെ എവിടെ നിന്നും വരുന്നുവെന്നോ എങ്ങോട്ടേക്ക് പോകുന്നെന്നോ അപകടത്തെക്കുറിച്ച് അറിയില്ല. ജാഗരൂകയായിരിക്കുക. PPE ധരിച്ചാൽ മാത്രം പോരാ, തലയ്ക്കുള്ളിലെ തലച്ചോറ് സദാ ഉണർന്നിരിക്കണം. അതിന് ബൈബിളിൽ ഇപ്രകാരം പറയാറുണ്ട്, നിങ്ങൾ സർപ്പത്തെ പോലെ വിവേകിയായിരിക്കുക എന്ന്. എനിക്ക് അതിന്റെ കൃത്യമായ അർത്ഥമറിയില്ല, എങ്കിലും സർപ്പത്തെ പോലെ വിവേകിയാവുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും സർപ്പത്തിന്റെ ജീവിശാസ്ത്രവും മറ്റും എനിക്കറിയില്ല. എങ്കിലും പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ പോയപ്പോഴുള്ള ഒരു അനുഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ പോയപ്പോൾ നിറയെ പാമ്പുകളുള്ള ഒരു കിണർ പോലെയുള്ള വലിയൊരു കുളത്തിന്റെ മാത്രം ആഴമുള്ള മണ്ണ് താത്തിയ ഒരു ഭാഗത്ത് നിറച്ച് പാമ്പ് കിടക്കുന്നു. അതിന്റെ ഉള്ളിൽ ഒരാള് പാമ്പിനെ പിടിച്ച് നമ്മളെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നു. അയാളെ പാമ്പൊന്നും ചെയ്യുന്നില്ല. അയാൾ പിന്നീട് പറഞ്ഞു, കുറെ പാമ്പുകളെ കാണിച്ച ശേഷം പറഞ്ഞു, എങ്ങനെയാണ് പാമ്പിനെ പിടിക്കേണ്ടതെന്ന് ഞാൻ ഇനി കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് അയാളുടെ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾ പറഞ്ഞു, ഒരു മൂർഖൻ പാമ്പിന്റെ സമീപത്ത് ചെന്നു. അപ്പോഴേക്കും മൂർഖൻ പാമ്പ് പത്തി വിടർത്തി അയാളെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, മൂർഖൻ പാമ്പിനെ മുമ്പിൽ നിന്ന് ഇതേ രീതിയിൽ പിടിക്കാൻ പോയാൽ അത് കൊത്തും. അയാൾ കുറച്ച് കൈ മുന്നോട്ട് കാണിക്കുന്നത് പോലെ കാണിച്ചു. അപ്പോൾ തന്നെ അത് ആഞ്ഞു കൊത്തുന്ന പോലെ മുന്നോട്ട് വന്നു. അയാൾ പറഞ്ഞു, ഇങ്ങനെയല്ല, അതിന് ശ്രദ്ധ മാറ്റണം. അതിനായിട്ട് അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ചുവപ്പ് നിറത്തിലുള്ള തൂവാല എടുത്തു. അത് പാമ്പിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടാൻ തുടങ്ങി. ആട്ടുന്ന രീതിക്കനുസരിച്ച് പാമ്പും ജാഗ്രതയോടെ അതിൽ മാത്രം ശ്രദ്ധ.
കോൺസെൻട്രേഷൻ അതിൽ മാത്രം. അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു രീതിയായിട്ട് ഓർക്കണം, കോൺസെൻട്രേഷൻ ഒരു കാര്യത്തിൽ മാത്രം, ജോലിയിൽ മാത്രം. ഞാൻ ഇനിയും പാമ്പിന്റെ കാര്യം പറയുകയാണ്. അപ്പൊ ഈ പാമ്പ് ഈ ആട്ടുന്ന തൂവാലയ്ക്കനുസരിച്ച് പത്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം ഇങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇയാൾ പാമ്പിന്റെ സമീപത്ത് ചെല്ലുന്നു. ആട്ടം നിർത്തുന്നില്ല. ഇടത് കൈ കൊണ്ട് ആട്ടിക്കൊണ്ടിരിക്കുന്നു. വലത് കൈ വളരെ പിന്നിലൂടെ പാമ്പിന്റെ പുറകുവശത്തുകൂടെ ചെല്ലുന്നു. ആട്ടം നിർത്തുന്നില്ല. പാമ്പ് ജാഗ്രതയോടെ ചുവപ്പ് തൂവാല നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇയാൾ തൂവാലയുടെ ആട്ടം നിർത്താതെ പാമ്പിന്റെ കഴുത്തിൽ പുറകിൽ നിന്ന് വളരെ എളുപ്പത്തിൽ പിടിച്ചു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല പാമ്പിന്. പാമ്പിന്റെ ശ്രദ്ധ എവിടെയായിരുന്നു? ചുവപ്പ് തൂവാലയിൽ. അതിനുശേഷം അയാൾ വിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് കണ്ടിട്ട് പാമ്പിനെ പിടിക്കാൻ പോയാൽ നിങ്ങൾക്ക് പറ്റാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അയാൾ തൂവാല പാമ്പിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ആട്ടാൻ തുടങ്ങിയതായിരിക്കും. ആട്ടിയിട്ട് വലത്തെ കൈ കൊണ്ട് പുറകെ പോയി പിടിക്കണമല്ലോ. വലത്തെ കൈ കൊണ്ട് പുറകെ പോയി പിടിക്കാൻ നേരത്ത് പിടിക്കാൻ പോകുന്ന നമ്മളുടെ ശ്രദ്ധ വലത്തെ കൈയിലോട്ടായിപ്പോയി, പുറകിൽ പോയി പിടിക്കേണ്ട സ്ഥലത്തോട്ടായിപ്പോയി. സ്വാഭാവികമായിട്ടും ഈ ഇടത്തെ കൈയുടെ ചുവന്ന തൂവാല ആട്ടം നിന്നുപോയി. നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി, പുറകിലെ കൈ അതിലേക്ക് പോയി. കൃത്യം കഴുത്തിൽ തന്നെ ചെല്ലണമല്ലോ എന്നുള്ളതിൽ ആ നിമിഷം ഞാൻ ഇതിന് സാക്ഷികൾ കണ്ടതാണ്. ആ പാമ്പ് നേരെ പുറകിലേക്ക് ഒറ്റ തിരിയിൽ തിരിഞ്ഞു. എന്താണ് സംഭവിച്ചത്? നമ്മളുടെ ആട്ടം നിർത്തിയപ്പോൾ ഇനി ഒന്നിലും ശ്രദ്ധിക്കാൻ ആ പാമ്പിനെ ഒന്നുമില്ല ശ്രദ്ധിക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് എന്താ? ഏകദേശം 180 ഡിഗ്രിയിലോ അതിന് മുകളിലോ അതിന്റെ കണ്ണ് ചെന്നെത്തുന്നു, പുറകിലോട്ടും ചെന്നെത്തുന്നു. പുറകിലേക്ക് പോയ കണ്ണില് അതിന് ശ്രദ്ധിക്കാൻ പറ്റി. എന്തുകൊണ്ട്? നമ്മുടെ ചുവന്ന തൂവാലയുടെ ആട്ടം നിന്നും അതിൽ ശ്രദ്ധിക്കേണ്ട എന്ന് പാമ്പിന് മനസ്സിലായി. പിന്നെ ശ്രദ്ധിക്കാൻ ഇടവന്നത് എന്താണ്? മൂവ്മെന്റുള്ള, ചലനമുള്ള വലത് കൈ പുറകോട്ട് പോകുന്നതിൽ ഒറ്റ കൊത്തുകൊത്താനായിട്ട് ചാടി വീഴുന്നത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. പക്ഷെ ഈ പാമ്പ് പിടുത്തം നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഇൻസ്ട്രക്ടർക്ക്, ഈ അധ്യാപകന് അതറിയാവുന്നൊരു കാരണം കൈ പെട്ടെന്ന് മാറ്റി കൊത്തുകൊണ്ടില്ല. ഇതിൽ നിന്ന് 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, പാമ്പ് ആദ്യം ചുവന്ന തൂവാലയിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നത് പോലെ നാം ജോലി ചെയ്യുമ്പോൾ, അത് ഗ്രൈൻഡിങ് ആയാലും കട്ടിംഗ് ആയാലും ഡ്രില്ലിംഗ് ആയാലും, നമ്മളുടെ ശ്രദ്ധ വർക്കിൽ മാത്രമായിരിക്കണം, ജോബിൽ മാത്രമായിരിക്കണം. ഇടയ്ക്കിടെ ചോദിച്ചുകൊണ്ടേയിരിക്കുക, ഞാൻ എന്ത് ചെയ്യുകയാണ്? ഉത്തരം പറയുക, നമ്മൾ തന്നെ പറയുക, ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും ചോദിക്കുക, എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ? ഉത്തരം പറയുക, അതെ, എനിക്ക് അപകടം പറ്റും, കാരണം ഞാൻ ഗ്ലൗസ്. ഉത്തരം നമ്മൾ തന്നെ പറയുക, ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ പറയാം, എനിക്ക് അപകടം പറ്റില്ല, കാരണം ഞാൻ ചെയ്യുന്ന ഗ്രൈൻഡറിൽ ആവശ്യത്തിന് ഹാൻഡിൽ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഗാർഡ് വെച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, അപകടം പറ്റില്ല. അല്ലെങ്കിൽ ഗോഗിൾസ് ഞാൻ ധരിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പറയാം. ഇനിയും തുടർന്നും ചോദിക്കാം, എനിക്ക് അപകടം പറ്റില്ലായിരിക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് പറ്റുമോ? അവിടെയും ഉത്തരം കണ്ടെത്തണം. നമ്മൾ തന്നെ ഉത്തരം പറയണം. മറ്റുള്ളവർക്ക് പറ്റാം. എന്റെ ഗ്രൈൻഡിങ് മെറ്റൽ, ഞാൻ ചെയ്യുന്ന ഗ്രൈൻഡിങ്ങിന്റെ സ്പാറ്ററിങ്ങുകൾ തെറിച്ച് മറ്റൊരാളുടെ കണ്ണിൽ വീഴാം, അല്ലെങ്കിൽ ശരീരത്തിൽ വീഴാം. അയാൾക്ക് അപകടം പറ്റാം. അപ്പൊ എനിക്ക് അപകടം പറ്റരുത്, മറ്റുള്ളവർക്ക് അപകടം പറ്റില്ല. അപ്പൊ സ്വയം ചോദ്യം ചോദിക്കുന്നത് കൂട്ടിക്കൊണ്ടേയിരിക്കുക. എനിക്ക് എന്തെങ്കിലും അപകടം, ഞാനപ്പോൾ ചോദ്യങ്ങൾ മാത്രം ഇപ്പം വെറുതെ പറയുക.
എനിക്കെന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ളൊരു ചോദ്യം, അതിനുള്ള ഉത്തരം സ്വയം കണ്ടെത്തുക. മറ്റുള്ളവർക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള ചോദ്യം, അതിന് ഉത്തരം കണ്ടെത്തുക. മെറ്റീരിയൽ എന്തെങ്കിലും അപകടം പറ്റുമോ, അതിന് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക. ഇതെല്ലാം ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പാമ്പ് ഏകാഗ്രതയോടെ ചുവന്ന തൂവാലയിലേക്ക് മാത്രം ശ്രദ്ധിച്ചതുപോലെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഇനി 2, നാം ശ്രദ്ധ വിട്ടാൽ പോലും 4 വശത്തും നമ്മുടെ കണ്ണ് ഉണ്ടാവണം. പാമ്പിനെ പോലെ അപകടം എവിടെ നിന്ന് വരുന്നു എന്ന് തിരിച്ചറിയുന്ന രീതിയിൽ പാമ്പ് വിവേകിയായി എന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ്. പുറകിലൂടെ വന്ന കൈ കണ്ടുപിടിച്ചു, മുന്നിലേക്കാണ് നോട്ടമെങ്കിലും ജാഗ്രതയോടെ ഇരുന്നത് കാരണം, ഉണർന്നിരുന്നത് കാരണം, കണ്ണ് തുറന്നിരുന്നത് കാരണം, സർവോപരി നാം തുറന്നിരിക്കേണ്ട കണ്ണ് നമ്മുടെ തലയ്ക്കുള്ളിലെ തലച്ചോറാണ് തുറന്നിരിക്കേണ്ടത്, മനസ്സാണ് തുറന്നിരിക്കേണ്ടത്, ഹൃദയമാണ് തുറന്നിരിക്കേണ്ടത്, ബുദ്ധിയാണ് തുറന്നിരിക്കേണ്ടത്. അപ്പോൾ പുറകിലൂടെ വരുന്ന കൈയെക്കുറിച്ചുള്ള ഓർമ്മ വരും. അപ്പൊ ബൈബിളിൽ സർപ്പം വിവേകിയാണ്, സർപ്പത്തെ പോലെ വിവേകിയാവുക എന്നുള്ളതിന്റെ ഒരു ഉത്തരമായിട്ട് എനിക്ക് പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ പോയപ്പോൾ തോന്നിയത്, പാമ്പ് ഏകദേശം 150 ഡിഗ്രിയുടെ അപ്പുറത്ത് കൂടി നാം വലത്തെ കൈകൊണ്ട് പിന്നിലൂടെ പിടിക്കാൻ പോയപ്പോൾ അതിൽ ശ്രദ്ധിച്ച് തിരിഞ്ഞതാണ്. നാമും ശ്രദ്ധിക്കുക. അപ്പോ ജോബിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് 1. 2, പാമ്പിനെ പോലെ വിവേകിയാവുക. വിവേകി എന്നുള്ള വാക്കിന്റെ അർത്ഥം പാമ്പ് 2ാമത് കാണിച്ച ആ പ്രവർത്തനത്തിൽ. അപ്പോൾ നമുക്ക് സുരക്ഷയോടുകൂടി ജോലി ചെയ്യാൻ പറ്റും, അപകടങ്ങൾ പറ്റില്ല. അപകടങ്ങളില്ലാതെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. എല്ലാവരും സേഫ്റ്റിയോടുകൂടി, സുരക്ഷയോടുകൂടി വർക്ക് ചെയ്യുക. ഹാവ് എ സേഫ് ഡേ. എല്ലാവർക്കും സുരക്ഷിതമായ ഒരു ദിവസമായിരിക്കട്ടെ.